ജീവിതത്തിൽ അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണത്തിൽ നാരായണ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന എൻ ഡിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, നല്ലവരായ എൻ ഡിയുടെ പ്രവർത്തകരെ, ഇന്ന് നമ്മൾ കോഴിക്കോട് പാർലമെൻറ്റിൻ്റെ എൻ ഡിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ MP രമേശ് സാറിൻ്റെ കോഴിക്കോട് പാർലമെൻറ്റ് വികസന രേഖ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വികസന രേഖയിൽ കോഴിക്കോടിൻ്റെ എല്ലാ മേഖലയും തൊട്ട് കടലോര മേഖല ഉൾപ്പെടുന്ന എല്ലാ മേഖലയും, കോളേജുകൾ ഉൾപ്പെടുന്ന എല്ലാ മേഖലയും നോക്കിക്കണ്ട് അതിൻ്റെ വേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നതിൻ്റെ വ്യക്തമായ രൂപം നമ്മളെ ഇന്നത്തെ ഈ പ്രകാശനം ചെയ്ത വികസന രേഖയിലുണ്ട്. ഇതെല്ലാവരും നോക്കി അടുത്തു വരുന്ന പ്രവർത്തനത്തിൽ നമ്മളെ വികസനം എന്തൊക്കെയാണെന്ന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഇനി നമുക്ക് മുമ്പോട്ട് പോകുന്നത്. ഇത് എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള സംവിധാനം എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ എൻ ഡിയുടെ നേതാക്കൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്ന ഏറെ പ്രിയങ്കനായ എൻ ഡിയുടെ ജില്ലാ ചെയർമാൻ ശ്രീ VK സജീവനെ എൻ ഡിയുടെ കോഴിക്കോട് പാർലമെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ ഏറെ പ്രിയങ്കനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജകൃഷ്ണയ്ക്ക് ഈ കമ്മിറ്റിയുടെ നിങ്ങളുടെയും പേരിൽ ഏറെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ K നാരായണൻ മാസ്റ്റർ, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്കും ഈ പരിപാടിക്കും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ സുമതി ഹരിദാസിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. RLJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നിയാസ് വൈദ്യരകം, അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KKCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് പാണ്ഡ്യത്തിനെ ഈ പരിപാടിയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്ന വികസന രേഖയുടെ ചെയർമാൻ ശ്രീ മോഹൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. RLJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അരുൺകുമാർ കാളകണ്ണിയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നതിന് ഏറെ പ്രിയങ്കനായ എൻ ഡിയുടെ ജില്ലാ ചെയർമാൻ ശ്രീ VK സജീവനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിലെ മുഖ്യ അതിഥി നമ്മുടെ കോഴിക്കോടിൻ്റെ വികസന രേഖ പ്രകാശനം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ കുമ്മനം രാജശേഖരൻജി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഇലക്ഷൻ ഇൻചാർജ് ശ്രീ K നാരായണൻ മാസ്റ്റർ, RLJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നിയാസ് വൈദ്യരകം, KKCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് കാളിയത്ത്, നമ്മുടെ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ, ദീർഘകാലം കോഴിക്കോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വനിതാ മുഖവുമായിരുന്ന ശ്രീ പ്രൊഫസർ സുമതി ഹരിദാസ്, RLJPയുടെ ജില്ലാ കമ്മിറ്റി അംഗം അരുൺകുമാർ കാളക്കണ്ടി, നമ്മുടെ ഏവരും കാത്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
നമ്മുടെ ഈ വികസന രേഖ കമ്മിറ്റിയുടെ ചെയർമാൻ ഇന്റലക്ച്വൽ സെല്ലിന്റെ ജില്ലാ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ വി മോഹൻ മാസ്റ്റർ, സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടും നിലവിലുള്ള കോഴിക്കോട് എംപിക്കെതിരായിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കുറ്റപത്രം പുറത്തിറക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ കോഴിക്കോടിൻ്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിയിൽ കോഴിക്കോടിൻ്റെ ഒരു പുതുപ്പിന് NDA വിജയിച്ചാൽ എന്തിനൊക്കെ ആയിരിക്കും പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ള ഒരു വികസന രേഖ ജനങ്ങളുടെ മുൻപാകെ വെക്കുകയാണ്. ആ വികസന രേഖ ശരിക്കും മോഡിയുടെ ഗ്യാരണ്ടിയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മളൊന്നും ആവശ്യപ്പെടാതെ കോഴിക്കോടിനെ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, 2 മുന്നണികളും ഇന്ന് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ വികസനം ചർച്ച ചെയ്യാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കോഴിക്കോട്ടെ ജനത നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ 2 മുന്നണികളും ഭയപ്പെടുകയാണ്. പകരം അവര് കേരളവുമായിട്ടോ കോഴിക്കോടുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത CAA കുറിച്ച് ചർച്ച ചെയ്തു, മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുളവാക്കുന്ന രീതിയിൽ ഇന്ത്യ ഗവൺമെന്റിനെയും ഭാരതത്തെയും ഒക്കെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാനിവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങനെ തെരഞ്ഞെടുപ്പിലെ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ടുള്ള വോട്ട് നേടാനുള്ള ഏത് പ്രചരണത്തെയും ദേശീയ ജനാധിപത്യ സഖ്യം ശക്തമായി നേരിടുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നിയമപരമായിട്ടും അതിനെതിരായിട്ടും മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇതാ ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലായി UDF വെച്ചിട്ടുള്ള ചില ഹോർഡിങ്സുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവർ പറയുകയാണ്, ഏക സിവിൽ കോഡ് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ വെട്ടിമുറിക്കാനാണ് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. എന്തൊരു വിരോധാഭാസം നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഗവൺമെന്റ് സ്വതന്ത്ര ഭാരതത്തിൽ അധികാരത്തിൽ വന്നാലും അവർ നടപ്പിലാക്കണം എന്ന് എഴുതി വെച്ചിട്ടുള്ള, ഭരണഘടന എഴുതി വെച്ചിട്ടുള്ള ഏക സിവിൽ കോഡ്, ആ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് രാജ്യത്തെ വെട്ടിമുറിക്കാനാണ് എന്ന് പരസ്യമായിട്ട് UDFന്റെ പേരിലുള്ള, ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിലുള്ള ഒരു ബാനറിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള MK രാഘവന്റെ അനുവാദത്തോടുകൂടി, അദ്ദേഹമാണല്ലോ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്, എഴുതി വച്ചിരിക്കുകയാണ് ബോർഡിൽ. CAA ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം 47 ശേഷം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുള്ള CAA അത് നടപ്പിലാക്കിയപ്പോ കോഴിക്കോട്ട് എങ്ങനെയാണ് അത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതായിട്ട്, ജനങ്ങളെ വെറുക്കപ്പെടുന്നതായിട്ട് എഴുതി വെക്കുക? കാലാകാലമായി കോൺഗ്രസും CPM-ഉം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, CPM-ന്റെ പശ്ചിമ ബംഗാൾ ഘടകത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ആവശ്യം 2012 കോഴിക്കോട് പാർട്ടി കോൺഗ്രസിൽ CPM-ന്റെ പ്രമേയമായി അവതരിപ്പിച്ചിട്ടുള്ള കാര്യം ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അന്നത്തെ പ്രമേയം ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്.
അതിർത്തി സംസ്ഥാനങ്ങളിൽ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ഇന്ന രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകണമെന്നുള്ള അവരുടെ പ്രമേയം ഇന്നും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോലും കിടക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് CAA നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ CAA നടപ്പിലാക്കിയപ്പോ എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പ്രചരണം UDF നടത്താൻ വേണ്ടി സാധിക്കുക? മണിപ്പൂരിനെ കുറിച്ച് കുരുടനാനെ കണ്ടതുപോലെയാണ് വിവരിക്കുന്നത്. ആ തരത്തിൽ ചില നേതാക്കന്മാർ ഇത്രയും നാൾ പ്രസംഗിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ മുഖവിലക്കെടുത്തിട്ടില്ല. അതേപോലെ അതേ നാണയത്തിൽ തിരിച്ചു മറുപടി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ UDFന്റെ ഒഫീഷ്യൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ ലോകസഭാ മണ്ഡലത്തിൽ ഈ തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരായിട്ട് ഇന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്കും നമ്മൾ ഒഫീഷ്യലായിട്ട് പരാതി അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായിട്ട് ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി തയ്യാറാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒന്നുകിൽ അവരത് പിൻവലിക്കണം, ജനങ്ങളോട് മാപ്പ് പറയണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ തമ്മേടിപ്പിച്ചുകൊണ്ട് വിജയിക്കാമെന്നുള്ളത് ഇവരുടെ വ്യാമോഹമാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ വികസനം ചർച്ച ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ഈ കോഴിക്കോടിൽ ലഭിച്ചിട്ടുള്ള ദേശീയപാത വികസനം, റെയിൽവേ വികസനം, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസനം, നഗരവികസനം, അമൃത് പദ്ധതിയിലൂടെ ലഭിച്ചിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം 432 കോടി രൂപയുടെ അമൃത് പദ്ധതിയിലൂടെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വികസനം ഇവിടെ നൽകി മാതൃകാപരമായിട്ട് ഈ കോഴിക്കോടിനെ സഹായിച്ചിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് ആ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ കോഴിക്കോട് എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. എയിംസ് ഉൾപ്പെടെ, കുറച്ചാളുകൾക്ക് തൊഴിൽ നൽകുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, വ്യവസായങ്ങളുടെ ശവപ്പറമ്പായിട്ടുള്ള കോഴിക്കോടിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഉറപ്പുകൾ ഈ വികസന രേഖയിലൂടെ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും വികസനം ചർച്ച ചെയ്യുന്ന, വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം വളരെ ശക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഈ കോഴിക്കോടിന്റെ വികസനത്തെ കുറിച്ചിട്ടുള്ള NDAയുടെ കാഴ്ചപ്പാടുകൾ, ആ വികസന രേഖ അമൃതം കോഴിക്കോട് എന്നുള്ള ഈ വികസന രേഖ പുറത്തിറക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ മിസോറാം ഗവർണർ കൂടിയായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻജിയോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഈ കോഴിക്കോടിൻ്റെ സമഗ്രമായ പുരോഗതിക്കും സമൂലമായ പരിവർത്തനത്തിന് ഉതകുന്ന ഒരു വികസന രേഖയാണ് അമൃതം കോഴിക്കോട് എന്ന പേരിൽ ഇന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു നഗരമാണ്. ഭാരതത്തിൽ തന്നെ എല്ലാം കൊണ്ടും വ്യവസായം, വാണിജ്യം, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങിയ പല മേഖലകളിൽ എത്ര വർഷമായി അറിയപ്പെടുന്ന ഒരു നാമധേയമാണ്. പക്ഷേ യാതൊരുവിധ പുരോഗതിയും ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നവർ പലതും നഷ്ടപ്പെട്ടതാണ്.
ഈ നഷ്ടദുഃഖവുമായി കഴിയുന്ന കോഴിക്കോട്ടെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു പ്രകാശമുഖങ്ങൾ ഈ പ്രദേശത്തെ വോട്ടർമാരുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഈ അമൃതം കോഴിക്കോട് എന്ന ഈ വികസന രേഖ ഇവിടെ പ്രകാശിതമാകുന്നത്. നമുക്കറിയാം, ഈ കോഴിക്കോടിന് വളരെ ശാസ്ത്രീയമായ സമഗ്രമായ ഒരു വികസനമാണ് ആവശ്യം. ഇവിടെ നിന്ന് ജയിക്കുന്ന ജനപ്രതിനിധി ഈ കോഴിക്കോടിൻ്റെ മേൽഗതിക്ക്, ഉന്നമനത്തിന്, ഉയർച്ചയ്ക്ക് പര്യാപ്തമായ നിർദ്ദേശങ്ങൾ അധികാരികളുടെ സമക്ഷം സമർപ്പിച്ച് അത് നേടിയെടുക്കാനുള്ള കരുത്തും ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. വോട്ടർമാരുടെ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി NDAയുടെ ശ്രീ MT രമേശ് മാത്രമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം എതിർക്കുന്ന രണ്ട് പേരും LDFിലെയും UDFിലെയും സ്ഥാനാർത്ഥികൾ അവർ ജനപ്രതിനിധികളാണ്, പാർലമെന്റിൽ അംഗങ്ങളായിരുന്നിട്ടുള്ളവരാണ്. ദീർഘകാലം ലോക്സഭയിൽ അംഗമായിട്ടിരുന്ന കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥി അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം യാതൊരുവിധ വികസന കാര്യങ്ങളും അധികാരികളുടെ മുമ്പിൽ സമർപ്പിച്ച് അത് നേടിയെടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കുന്നതിൽ യാതൊരു ശ്രദ്ധയും അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹം MP ആയത് വാസ്തവത്തിൽ പാർട്ടി താല്പര്യത്തിന് വേണ്ടിയ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് MP സ്ഥാനം ഒരു ആഭരണമായി കൊണ്ടു നടക്കാൻ, ആലങ്കാരികമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു സ്ഥാനം, ഒരു പോസ്റ്റ് ആണ്. അവരൊക്കെ MP സ്ഥാനത്തെ കാണുന്ന ഒരു പോസ്റ്റായിട്ടാണ്. MT രമേശ് MP സ്ഥാനത്തെ കാണുന്നത് ഒരു ഉത്തരവാദിത്വമാണ്. ഇറ്റ് ഈസ് നോട്ട് എ പോസ്റ്റ് ബട്ട് എ റെസ്പോൺസിബിലിറ്റി. അതാണ് രണ്ട് നമ്മളുടെ ഒരു ചുമതലയാണ്. ജനങ്ങളുടെ മുമ്പിൽ വാക്ക് കൊടുക്കുകയാണ്, ഒരു വാഗ്ദാനം കൊടുത്ത് ഏറ്റുവാങ്ങുകയാണ്. അതിനോടുള്ള പ്രതിബദ്ധത കാട്ടുന്ന, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള പൊതുപ്രവർത്തന ജീവിതത്തിൽ എന്നും ഈ ഒരു സത്യസന്ധത പുലർത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമേ സാധിക്കൂ. MT രമേശ് തൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളെ സ്നേഹിച്ചു, സേവിച്ചു, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു, പോരാട്ടങ്ങൾ നടത്തി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നു എന്നുള്ളതിലേക്ക് തന്നെ വിശ്വസിക്കാം. രണ്ടാമത്, ഈ ഭാരതത്തിലുടനീളം സമഗ്രമായ പുരോഗതി കൈവരിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ശാക്തിക രാജ്യമായി ഭാരതത്തെ മാറ്റിയെടുത്ത നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നതും അതിനേക്കാൾ ഇരട്ടി മധുരമാണ്. കാരണം അവിടെ കേന്ദ്ര പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരും. ആ നരേന്ദ്രമോദിയെ ഈ പ്രധാനമന്ത്രിയാവുകയുള്ളൂ എന്ന് ഏവരും ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയെങ്കിൽ ആ നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ട് ജനപ്രതിനിധിയായി കേന്ദ്രത്തിൻ്റെ ഭരണത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് അവിടെ ഇതെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്നു എന്ന അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ MT രമേശിന്റെ വിജയത്തിലൂടെ നമുക്ക് പറയാൻ കഴിയും. ഇതിനെല്ലാം ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് തന്നെ. ഈ വികസന രേഖയിൽ നിരവധി കാര്യങ്ങൾ പറയുന്നു. ഈ കോഴിക്കോടിനെ ഏത് രീതിയിലേക്ക് കൊണ്ടുവരണം, അത് ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ ഒരു കാരണമാണ് മോഡി സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ കോഴിക്കോടിന് എന്ത് ചെയ്തു, ഈ കോഴിക്കോട് സമ്മതിദായകർക്ക് എന്ത് നേട്ടമുണ്ടായി വളരെ വ്യക്തമാണ്. ഈ വികസന രേഖയിൽ ആദ്യമായി സൂചിപ്പിക്കുന്നത് എന്ത് ചെയ്തു എന്നാണ്. ഈ കോഴിക്കോടിന് എന്ത് കിട്ടി എന്നുള്ളതാണ്. ഈ കോഴിക്കോടിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വികസന കാര്യങ്ങൾ നടപ്പിലാക്കിയോ ഇല്ലയോ എന്നുള്ളതാണ്. നടപ്പിലാക്കി എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ വികസന രേഖ തുടങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്തു
എന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് എന്ത് ചെയ്യും എന്ന് പറയുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏത് കാര്യത്തിലും ജനങ്ങൾക്ക് വിശ്വാസം വരുന്നത് എങ്ങനെയാണ്? ചെയ്ത് കാണിച്ച് ഫലവത്താക്കി വിജയിച്ച ആളുകളെ ജനങ്ങൾ അംഗീകരിക്കും, ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് മോഡി എപ്പോഴും പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് തന്റെ പ്രസംഗത്തിൽ ഒരു 25% സമയം അദ്ദേഹം ചെലവഴിക്കും. ബാക്കിയാണ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച്. ജനങ്ങൾക്ക് വിശ്വാസം എപ്പോഴും ഒരാളുടെ പ്രവർത്തനത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്, ഭൂതകാലം, കഴിഞ്ഞ കാലം അവരുടെ എങ്ങനെയായിരുന്നു, കഴിഞ്ഞ കാലം അത് വിജയകരമായി പൂർത്തിയാക്കി. ഈ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്തു? കോഴിക്കോടിന് വേണ്ടി നാളുകളെ എന്ത് ചെയ്തു? മോഡി സർക്കാർ എന്ത് ചെയ്തു? ഇതിനെയാണ് തുലനം ചെയ്യേണ്ടത്. ഇവിടെ കോഴിക്കോട് പ്രധാനമന്ത്രി ആവാസ് യോജന അനുസരിച്ച് ഇവിടെ ഏതാണ്ട് 9565 വീടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൃത്യം കണക്കാണ്. അപ്പോൾ വീടുകൾ വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ സ്വച്ഛ് ഭാരത് മിഷൻ അനുസരിച്ച് 5121 ടോയ്ലറ്റുകൾ പണിതു കൊടുത്തു. ദീനദയാൽ അന്ത്യോദയ യോജന അനുസരിച്ച് 1,45,246 ഹൗസ് ഹോൾഡ്സിന് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉജ്ജ്വൽ യോജന ഇത്രയും നാളുകൊണ്ട് ഈ 2023 വരെ, 2016 മുതൽ 2023 വരെ 11,098 പേർക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചു. ഇങ്ങനെ ഓരോ കണക്കുകളുമാണ്. ഇവിടെ സൗജന്യ അരി ഇവിടെ എത്ര ആളുകൾക്ക് വിതരണം ചെയ്തു, എത്ര പേർക്ക് കുടിവെള്ളം കിട്ടി, എത്ര പേർക്ക് ഓരോ പദ്ധതികളുടെയും ഗുണഫലങ്ങൾ ലഭിച്ചു. കണക്കുകൾ വളരെ വ്യക്തമാണ്. ഈ കണക്ക് ഇത് വോട്ടർമാരെ കബളിപ്പിക്കാനല്ല, അവരെ ഏതെങ്കിലും വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനല്ല. ഇത് കണക്കാണ്. ഈ കണക്ക് വെറുതെ പ്രചാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഈ പറയുന്ന കണക്കിൽ ഓരോന്നും ഇവിടെ പറയുന്ന കണക്കിൽ പേര് സഹിതം കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും ഇത് ലഭിക്കും. പേര് സഹിതം. ഇനി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പോലും പേരുകൾ കിട്ടത്തക്ക വിധത്തിലുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയത്. ഇനി പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, നടപ്പിലാക്കിയ കാര്യങ്ങൾ, ഏതാണ്ട് 128 ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, എണ്ണം പറയുമ്പോൾ ആർക്ക് സംശയമുണ്ടെങ്കിൽ ആ സംഖ്യ അനുസരിച്ച് എത്ര പേർക്കാണ് കിട്ടിയതെന്ന് പേരും അഡ്രസ്സും സഹിതം തരാൻ തയ്യാറാണ്. എനിക്ക് എന്റെ മേശപ്പുറത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒരു ബട്ടൺ അമർത്തേണ്ട കാര്യമേ ഉള്ളൂ, അതുവരെ തരാൻ തയ്യാറാണ് എന്ന് ഇത്ര നിശ്ചയദാർഢ്യത്തോടെ, ധൈര്യത്തോടെ, ആത്മാഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ പറയാൻ ഏത് ഭരണാധികാരികൾക്ക് കഴിയും? ഇത്രയും ഞാനൊരു മുഴുവൻ ലിസ്റ്റ് വായിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾക്ക് പറയാൻ കഴിയും, നിങ്ങൾ ഈ കോഴിക്കോടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഇത്രയും നാളുകളോളമായി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ MP ഇവിടെ 2009 മുതൽ തുടർച്ചയായി UDFന്റെ MP ആയി മത്സരിച്ച് ജയിച്ച ആളാണെന്നാണ് തോന്നുന്നത് അല്ലെ? ഇത്രയും നാളുകളോളമായി നീണ്ട കാലം ഈ നാടിനെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ ഈ MK രാഘവനോടുള്ള ചോദ്യമാണ്, നിങ്ങൾ ഈ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾക്ക്, പാവങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉപകാരപ്പെടുന്ന എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്? MP ഫണ്ടിൽ നിന്നും എന്തെങ്കിലും എടുത്ത് ചെലവഴിക്കുന്നു, ഫേമസ് ലൈറ്റ് ഇടുന്നു, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡ് പണിയുന്നു എന്ന് പറയുന്നത് അതാർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പണം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും കൊടുക്കുക. അത് സർക്കാരിന്റെ പണമാണ്, മോഡി സർക്കാരിന്റെ പണമാണ്. ആ പണം എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല. ഈ മണ്ഡലത്തിന്റെ, ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതി തുടരുന്ന ഇവിടുത്തെ വ്യവസായം, വാണിജ്യം, വ്യാപാരം, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി തുടങ്ങിയ എല്ലാ മേഖലകളിലും ഒരു സർവതോമുഖമായ പുരോഗതിയും വികസനവും ഉണ്ടാകത്തക്ക വിധത്തിലുള്ള പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ച് അത് അധികാരികളുടെ മുമ്പിൽ സമർപ്പിച്ച് അവിടെ സമ്മർദ്ദം ചെലുത്തി
ഓരോ മന്ത്രാലയങ്ങളും കയറി ഇറങ്ങി നടന്ന് അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കി ഏതെങ്കിലും ഒരെണ്ണം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ ലഭിച്ചോ? അതാണ് ഒരു MP എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല? അതേസമയം അവിടെ ലോക്സഭയിൽ പോയി ബഹളമുണ്ടാക്കിയതും അവിടെ ഒച്ചപ്പാടുണ്ടാക്കിയതും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതും അല്ലെങ്കിൽ കൈ കിട്ടിയ കടലാസം മുഴുവൻ വലിച്ചു കീറി ചുരുട്ടിക്കൂട്ടി സ്പീക്കറുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ കിട്ടിയ സമയം അവൈലബിൾ എന്തെങ്കിലും മിച്ച സമയം കിട്ടിയാൽ അത് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ പോയി മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ ചെലവഴിക്കാനാണോ ഒരു MP പറഞ്ഞേക്കുന്നത്? അല്ലല്ലോ. ഒരു MP പറഞ്ഞയക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുന്ന, അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാൻ കഴിയണം എന്നുള്ളതാണ്. അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ വികസന രേഖയിൽ വളരെ വിശദമായിട്ട് നടത്താൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ടു കൂട്ടർ, ഒരാൾ വിജയിച്ചു പോയി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം, മറ്റേയാൾ വികസന മുരടിപ്പിന്റെ വക്താവുമാണ്. LDF ഇവിടെ വ്യവസായശാലകൾ കൂട്ടിയ ചരിത്രമല്ല, ഇടതുപക്ഷത്തിന് എന്ത് ചരിത്രമാണ്? ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യവസായം വിജയകരമായി നടപ്പിലാക്കിയെന്ന് പറയാൻ LDFന് സാധിക്കും. ഇപ്പോൾ ഏറ്റവും KSRTC, ഹെഡ് സിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി എല്ലാത്തിനും സ്ഥിതി KSRTC എന്ന് പറയും പൊതുമേഖലാ സ്ഥാപനം ഇപ്പോഴാണ് കൂട്ടുന്നത്. ലൈറ്റായി ഇവിടെ ഈ കേരളത്തിൽ ഏത് വ്യവസായശാല ഏതെങ്കിലും വിധത്തിലൊരു ലാഭകരമായി മുന്നോട്ടേക്ക് പോകാൻ കഴിയും? എല്ലാം കൂട്ടിയ ചരിത്രമല്ലേ ഉള്ളൂ. ഇവിടെ തന്നെ മാവൂർ ഗാഡിയോ റൈൻസ് അത് ഉൾപ്പെടെയുള്ള മിക്ക വ്യവസായ സ്ഥാപനം കൂട്ടിയ ചരിത്രമാണ്. ഇനി ഈ കോഴിക്കോടിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇനി അതിന് ഉതകുന്ന ഒരു ജനശക്തി ഇവിടെ ഉദയം ചെയ്തേ മതിയാവും. MD രമേശ് ഈ നാട്ടിലെ ജനങ്ങൾ ഉറപ്പു കൊടുക്കുന്നു, വ്യവസായ മേഖലയിൽ കോഴിക്കോടിന് നഷ്ടപ്രതാപം വീണ്ടെടുക്കും. അതാണ് കൊടുക്കുന്ന ഉറപ്പ്. മാവൂർ ഗാഡിയോ റൈൻസ്, കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി, കുന്നത്തറ ടെക്സ്റ്റൈൽസ്, ബേർപോർട്ട് സെറ്റ് യൂണിറ്റ്, കേരള യൂണിവേഴ്സിറ്റി കോംപ്ലക്സ്, പ്രവർത്തിയിലെ ഓട്ട് കമ്പനികൾ തുടങ്ങിയ ഒട്ടേറെ വ്യവസായശാല സമ്പന്നമായിരുന്നു. ഇതെല്ലാം പുനരുജ്ജീവിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വ്യവസായ മേഖല ഉണരണം, ഉയരണം, വളരണം, വികസിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് 10 പേർക്ക് ജോലി കിട്ടും, അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, ഈ പ്രദേശത്തിന്റെ മൊത്തം സാമ്പത്തിക സമ്പദ്ഘടന ശക്തിപ്പെടും, ഒരു സാമ്പത്തിക അടിത്തറയുണ്ടാവും. ഇത് വളരെ ആവശ്യമാണ്. ഈ വ്യവസായ രംഗത്തുള്ള മുരടിപ്പാണ് നമ്മെ പിന്നോട്ടേക്ക് വലിക്കുന്നത്. അത് ആ പ്രശ്നം വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. അഡ്രസ് ചെയ്യാൻ പോകുന്നു, അഭിസംബോധന ചെയ്യാൻ പോകുന്നു. തീർച്ചയായിട്ടും അതിനുള്ള ബാധ്യത എനിക്ക്, ആ ചുമതല എനിക്ക് ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റെടുക്കേണ്ട മറ്റ് ചില കാര്യങ്ങളും കൂടി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ ജനങ്ങൾ കൊടുക്കുന്ന വാക്കാണ് റെയിൽവേയുടെ വികസനം. ഇപ്പോൾ തന്നെ 454 കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി 7.5 കോടി രൂപ മുടക്കി ഫറൂഖ് റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ ദ്രുതഗതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ റെയിൽവേ രംഗത്ത് ലൈറ്റ് മെട്രോ സ്ഥാപിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഗതാഗത കുരുക്ക് മാറ്റാനുള്ള നടപടികൾ, കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസനം, കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഇലക്ട്രോണിക് സിറ്റിയും വ്യവസായ പാർക്കും നടപ്പിലാക്കും. വ്യവസായ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ വികസനം കൊണ്ട് കേന്ദ്ര സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസുകൾ ഈ കോഴിക്കോട് കൊണ്ട്, അതുപോലെ NIA, CBI തുടങ്ങിയുള്ള ഏജൻസികളുടെ സോണൽ ഓഫീസുകൾ ഇവിടെ കൊണ്ടുവരും. കോഴിക്കോട് ഒരു ഹൈക്കോടതി ബെഞ്ച്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസനം, ESIയെ കേന്ദ്ര നിയന്ത്രണത്തിലാക്കുക, ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം, കോംട്രസ്റ്റ് നെയ്ത്ത് കമ്പനിയുടെ സംരക്ഷണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഈ വികസന രേഖയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഏകദേശം വിവരങ്ങൾ മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ
കോഴിക്കോട് മണ്ഡലത്തിലെ മത്സരത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം വളരെ വർഷക്കാലമായി ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിന്നും വിജയിച്ചു പോയിട്ടുള്ള ഒരാൾ, വേറൊരാൾ രാജ്യസഭയിലെ അംഗം, മാത്രവുമല്ല CITU തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പല തൊഴിലാളി സംഘടനയുടെ നേതാവായിട്ടിരുന്നയാൾ, അങ്ങനെ വളരെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഒരു മേൽക്കൈ നേടുകയും അതിൽ ഉയർന്ന സ്ഥാനങ്ങളിരിക്കുകയും ചെയ്തവരാണ് LDF-ന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ. NDA സംബന്ധിച്ചിടത്തോളം MT രമേശ് എന്താണ് പ്രത്യേകത? വളരെ വ്യക്തമായി ഈ കോഴിക്കോടിന്റെ സമഗ്ര വികസനം തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കോഴിക്കോടിന്റെ കുതിപ്പ് MDയോടൊപ്പം സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും പറയാറുണ്ട്. ജനങ്ങളോടൊപ്പം, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ വികസനമാണ്. ഈ വികസനത്തിൽ എല്ലാവരെയും കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, കോൺഗ്രസും CPM-ഉം വികസന വിഷയം ഇന്ന് പൊതു ജനസമൂഹത്തിന്റെ ബോധമണ്ഡലത്തിൽ നിന്നും മാറ്റാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് ആവശ്യം താഴ്ന്ന തരം രാഷ്ട്രീയമായിട്ടുള്ള ഉൾപിരിവുകളും സംഘർഷങ്ങളും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു രാഷ്ട്രീയ വൈകാരിക വിഷയങ്ങളും ഒക്കെ തന്നെയാണ് അവർ ചർച്ചയ്ക്ക് കൊണ്ടിരുന്നത്. ഇത് തിരിച്ചറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയും. ഈ തിരിച്ചറിവാണ് NDAയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, ഇവിടെ കുറച്ചു മുമ്പ് സജീവൻ പറഞ്ഞു, CAA വിഷയം, അതുപോലെ ഇലക്ട്രോണിക് ബോണ്ട് വിഷയം, പിന്നെ കേരള സ്റ്റോറി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ വാസ്തവത്തിൽ ഏതെങ്കിലും പുതിയതായിട്ട് വന്നതാണ്? ഇതൊന്നും പുതിയതായിട്ട് വന്ന വിഷയങ്ങളില്ല. പക്ഷെ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ജനങ്ങളുടെ മൗലികങ്ങളായ ജീവൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. മൗലികങ്ങളായ ജീവൻ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. LDF UDF ഒളിച്ചോടുകയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത്, നിങ്ങൾ ഡൽഹി പ്രദേശ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു, അതുപോലെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു, കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ അറസ്റ്റ് ചെയ്തത്? അതേ കേരളത്തിൽ വന്നിട്ടായിരുന്നു. ഡൽഹി ചെന്നെന്താ ചോദിച്ചത്? ഡൽഹിയിൽ അവർ ഒരുമിച്ചിരുന്നോണ്ടാണ്. അങ്ങനെയാണ് ഇന്ത്യ മുന്നണി ചെയ്യേണ്ടതെന്നാണ്. ഇന്ത്യ മുന്നണി കൂടി അവർക്ക് പൊതുവായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ? അവർക്ക് പൊതുവായിട്ടൊരു പ്രമേയം പാസാക്കി കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ ധൈര്യമുണ്ടോ? അതില്ല. ഒരു കാര്യങ്ങളും ഒരുമിച്ച് ആവശ്യപ്പെടുന്നില്ല. ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ഓരോ നിറമാണ്. ഇങ്ങനെ ഓരോ നിറങ്ങൾ മാറി മാറി അവർ ഇന്ന് ഒരു വലിയ ആശയപ്പെടുന്നില്ല. കോൺഗ്രസിന് എന്താണ്? രാഹുൽ ഗാന്ധി വരുമ്പോൾ കോൺഗ്രസിന്റെ കൊടി പോലും പിടിക്കുന്നതാണ്. കൊടി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ സ്വത്വമാണ്, അവരുടെ ആശയത്തിന്റെയും ആദർശത്തിന്റെയും അടയാളമാണ്. അത് പിടിക്കേണ്ട ആരും ഒരു കൊടിയും പിടിക്കരുത്. വലിയൊരു ആശയക്കുഴപ്പത്തിന്റെ ലക്ഷണമാണ്. ഇതുപോലെ തന്നെയാണ് CPM-ന്റെ പ്രശ്നം. ഇപ്പോൾ ഉള്ള ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റപ്പെട്ട് കേരളത്തിലെ ഒരു വെറും തുരുത്തായി അവിടെ മാത്രം അവശേഷിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയായി മാറിയാണ് സംഭവിക്കുന്ന. അവരുടെ ചിഹ്നം തന്നെ നഷ്ടപ്പെടുന്നു. അപ്പൊ തങ്ങളുടെ ചിഹ്നം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ അവരുടെ ആക്ഷേപം, അവരുടെ ആശങ്ക. ഈ രണ്ടു കൂട്ടർക്കും എന്തോ പ്രയാസങ്ങളാണ്. കാരണം ഒരു കൂട്ടർക്ക് കൊടി പിടിക്കാൻ വയ്യാത്ത അവസ്ഥ, മറ്റൊരു കൂട്ടർക്ക് ചിഹ്നം നഷ്ടപ്പെടുന്നു എന്നുള്ള അവസ്ഥ. ഇങ്ങനെ രണ്ടു കൂട്ടരും ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഈ ആശയക്കുഴപ്പത്തിൽ വന്ന കാരണം ഏത് വിധത്തിലും NDA മോഡിയെ വ്യക്തിപരമായി ആക്രമിക്കുക, വ്യക്തിപരമായ വൈകാരികമായ വിഷയങ്ങൾ പിടിച്ച് ഇട്ട് ജനങ്ങളുടെ ഇടയിൽ സംഭ്രാന്തി നൽകി. മുസ്ലിങ്ങളോട് പറയും, മുസ്ലിം സഹോദരങ്ങൾ പറയും, നിങ്ങൾക്കിടെ ജീവിക്കാൻ നിർത്തിയില്ല, നിങ്ങളുടെ രണ്ടാം തരം പൗരന്മാരാണ്, മോഡി നീ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ 104 ഇവിടെ പോലും. ഇമാതിരി കാര്യങ്ങളാണ് അവരോട്. ഇതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് നിന്നും പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ, സ്വാർത്ഥപരമായ ഇടുങ്ങിയ നിക്ഷിപ്ത സങ്കുചിത വികാരങ്ങൾ ഇളക്കി വിടുകയാണ്.
പക്ഷെ ഇവിടെ ദേശീയ താല്പര്യത്തിനാണ് ഉണ്ട്. നമുക്ക് നാടാണ് വലുത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണയിക്കുന്നത് ഈ ഭാരതത്തിന്റെ ഭാവി ഭാഗധേയമാണ്. ഭാരതമായി ഭരിക്കണമെന്നുള്ളതാണ്. ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ എന്ത് പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അധികാരം കിട്ടിയാൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് പറയേണ്ടത്. NDA വ്യക്തമായി പറയുന്നു, അധികാരം കിട്ടിയാൽ 5 വർഷത്തിനുള്ളിൽ ഭാരതത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കും എന്ന് പറയാനുള്ള ധൈര്യം NDAക്ക് മാത്രമാണ്. എന്തുകൊണ്ട് ഭാരതത്തെ ഏത് രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുമെന്ന് LDFനും UDFനും പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർ വളരെ ക്ഷണികമായ, നൈമിഷികമായ, താൽക്കാലികമായ വികാരങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്ത് അങ്ങനെ വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആശയത്തിന്റെയും ആദർശത്തിന്റെയും വിഷയങ്ങളാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് തയ്യാറാകുന്നത്? CAA കുറിച്ച് തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയല്ല വേണ്ടത്. CAA എന്താണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് ചെയ്യുന്നില്ല. CAA വേണമെന്ന് പറഞ്ഞതിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ഇവിടെ മുൻ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിമാരാണ്. ലോക്സഭയിൽ നടത്തിയ പ്രസംഗങ്ങളുണ്ട്. എന്താണെന്ന് അവർ പറയില്ല. CAA എന്താണെന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് ഓരോ വിഷയം ഇവർ ഉയർത്തിപ്പിടിക്കുന്ന വിവിധ വിഷയങ്ങൾ. കേജ്രിവാളിന്റെ കാര്യം, കേജ്രിവാളിനെതിരായിട്ട് ആദ്യം പരാതി കൊടുക്കുന്നത് അവിടുത്തെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ്. അദ്ദേഹമാണ് പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം നടത്തി നിരവധി ആളുകളെ ചോദ്യം ചെയ്ത് തെളിവുകൾ മുഴുവൻ ശേഖരിച്ചു കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോയപ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവരാണ്. CAA വേണമെന്ന് പറഞ്ഞത് പാടില്ല എന്ന് പറയുന്നവരാണ്. അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യൻ ഭരണഘടന എഴുതി ചേർത്തിരിക്കുന്ന കാര്യമാണ്. അത് ആവശ്യമാണ് എന്ന് അംബേദ്കറെ പോലുള്ള ആളുകൾ പറഞ്ഞതാണ്. ആദ്യകാലങ്ങളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെപ്പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരുന്നതാണ്. വല്ലഭായ് പട്ടേൽ പറഞ്ഞിരുന്നതാണ്. അതെല്ലാം പറഞ്ഞ് ഇപ്പോൾ പറയുന്നു അതെന്തിനാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നൈമിഷികങ്ങളായ താൽക്കാലികങ്ങളായ നേട്ടങ്ങൾക്ക് വേണ്ടി അവസരം മുതലാക്കി അവസരവാദികളായി LDFും UDFും പ്രവർത്തിക്കുകയാണ്. ആശയവും ആദർശവുമല്ല അവർക്ക് വിഷയം. NDAക്ക് വിഷയം ആദർശമാണ്, നാടിന്റെ വികസനമാണ്. അത് ഈ അമൃതം കോഴിക്കോട് എന്ന ഈ വികസന രേഖയിലൂടെ അത് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ ഈ അമൃതം കോഴിക്കോട് എന്ന ഈ വികസന രേഖ ഞാൻ പ്രകാശിപ്പിച്ചതായി, ഇത് പുറത്തിറക്കിയതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. അടുത്തായിട്ട് ആശംസാ പ്രശ്നത്തിന് വേണ്ടി RLJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റിയാസ് അതുപോലെ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻജി, സജീവൻജി, വേദിയിലിരിക്കുന്ന മറ്റു ബഹുമാനീയരെ, സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളെ, ഇലക്ഷൻ അടുക്കാറായി. നമ്മുടെ വളരെ തൊട്ടടുത്തായി ഇലക്ഷൻ. നമ്മുടെ പ്രവർത്തനം എത്രത്തോളം നമുക്ക് ശക്തമായി മുന്നേറാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ശക്തമായി മുന്നേറാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാൻ 2-3 കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ പറഞ്ഞ മാതിരി CAA ഏക സിവിൽ കോഡ്, അതിന് എനിക്ക് കുറച്ച് ക്ലാരിറ്റി വരുത്താനുണ്ട്. ഞാനൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റും. ഏക സിവിൽ കോഡ് എന്ന കാര്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ജാസ്തി ഉപകാരപ്പെടാൻ മുസ്ലിം സമുദായത്തിനാണ്. അതിൽ ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ശരീഅത്ത് നിയമപ്രകാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ചേർത്ത സാധനമാണ്. അതൊക്കെ മാറ്റേണ്ട സമയമായി കഴിഞ്ഞു. ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പോയിന്റ്, ശരീഅത്ത് നിയമപ്രകാരം മകൻ ഉമ്മ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ മകന്റെ
ആ മരിച്ച ആളുടെ ഭാര്യക്കും മക്കൾക്കും അയാൾ സ്വത്തിൽ 1 രൂപന്റെ പോലും അവകാശമില്ല. ഇത് തോന്നിയോസല്ലേ അല്ലേ? എത്ര കുടുംബങ്ങൾ മക്കളും കാര്യങ്ങളും വഴിയാതെ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. ഈ കുറ്റിച്ചെറയിലും ഇവിടെ വളർന്നവനാണ് ഞാൻ, എനിക്കറിയാം. ഈ നിയമം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഏറ്റവും ജാസ്തി സന്തോഷിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് സ്ഥലത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങളെ മുസ്ലിം സഹോദരങ്ങളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത്രയും നല്ല കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. CA എന്താണ്? എല്ലാ തരത്തിലും തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധരിച്ച് ഇതിൽ ശരിക്കും പറയണം, വർഗീയത നടത്തുന്നത് CPM-ഉം കോൺഗ്രസുമാണ്. അല്ലാണ്ട് BJP NDA അല്ല. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇത്രക്കും ജാസ്തിസ് ചെയ്ത ഒരു സർക്കാർ ഇന്ത്യ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. കാരണം ഓരോ കാര്യവും നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇപ്പൊ എല്ലാം നമ്മുടെ കയ്യിൽ വിരൽത്തുമ്പിലുണ്ട്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും തെളിവ് കൊടുക്കാം. വളരെ വ്യക്തമായ തെളിവുകൾ സ്പോട്ടിൽ കൊടുക്കാൻ പറ്റിയ കാര്യം നമ്മളെ കയ്യിലുണ്ടപ്പോ. ഇപ്പൊ CAA മുസ്ലിം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുറം രാജ്യത്ത്, പാകിസ്ഥാന്, ബംഗ്ലാദേശ് പോലുള്ള രാജ്യത്ത് ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങളാണ്. അവരെ രാജ്യമാണ് ഈ ഭാരതം. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ട്. അവിടെ കിടക്കുന്ന മുസ്ലിംകൾ അനുഭവിക്കുന്നില്ല, അവിടെ ദുരിതം അനുഭവിക്കുന്നില്ല. അനുഭവിക്കുന്നത് ഇവിടുന്നും അവിടെ പോയ ബാക്കിയുള്ള ഹിന്ദു ക്രിസ്ത്യൻ സമൂഹമാണ്. ആ കാര്യം നല്ലതാണ്. ആ ഒരു പോയിന്റ് പറഞ്ഞുകൂടെ അവർക്ക് ഇല്ല, പറയില്ല. മുസ്ലിം സമൂഹത്തിന് ദുരന്തം അനുഭവിക്കാൻ പോകണം, എല്ലാവരും നാട് വേണം. എന്തിനു നാട് വേണം? എങ്ങോട്ട് നാട് വേണം എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കുന്നവർ തന്നെ ഉള്ളു. വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ. പക്ഷേ 100% സാക്ഷരത എന്ന് പറയുന്നത് ഇവരുടെ കുറ്റിത്തിരിപ്പിന്റെ ഇടയിൽ തലതിരിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ അമിത്ഷാജി ഹൈദരാബാദിൽ വെച്ചിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. സാമുദായിക വിഭാഗ സംവരണം നിർത്തലാക്കാണെന്നുള്ളത്. ആ പോയിന്റ് മാത്രം എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവര് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. പക്ഷെ അതിന്റെ ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. OBC ഇതിന് സംവരണം കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നില്ല. ഈ മുസ്ലിം സമുദായം വരുന്ന ഇതിലാ OBC-യിലാണ് വരുന്നത്. അപ്പൊ അവർക്കുള്ള ഇവിടെ സമുദായത്തിലുള്ളത് കൂടി കിട്ടുന്നുണ്ട്. അത് പറയില്ല. കുത്തിത്തിരിപ്പ് അത് മാത്രമേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം. വർഗീയതയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് വോട്ട് കിട്ടുന്നത് CPM മാത്രമാണ്. ഇപ്പൊ നമ്മുടെ MT വന്നാൽ തീർച്ചയായിട്ടും കോഴിക്കോടിന് വികസനം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് 5121 ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വച്ഛ് ഭാരത് മിഷനിൽ. തുറക്കാൻ ഞങ്ങളുണ്ട്, കൂട്ടാൻ അവരുണ്ട്. തുറക്കാനുള്ള കാശ് അവർക്ക് ആ കാശ് തുറന്നു കൊടുത്തു. എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പറ്റില്ല. കോർപ്പറേഷൻ ഇറങ്ങി മാറി നമ്മൾ ഭരിച്ച് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്നുള്ളത് എല്ലാം കൂട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഭാഗത്തുള്ള ഇളവരക്കയും ചരിത്രം സാക്ഷിയാണ്. ഇന്നേ വരെ ഒരു സാധനം തുറന്ന ചരിത്രം അദ്ദേഹത്തിനില്ല. പൂട്ടിയ ചരിത്രമേ ഉള്ളൂ. ഏതൊരു സാധനം എടുത്തോ ഇന്നേ വരെ അത് പൂട്ടിയതല്ലാണ്ട് തുറന്ന ചരിത്രമില്ല. മറ്റേയാള് ഇപ്പൊ ഇത് പറഞ്ഞ മാതിരി അതൊരു പോസ്റ്റാണ്. രാഘവൻ പോസ്റ്റാണ്, ബിസിനസ്സിനുള്ള പോസ്റ്റാണ്. വൈത്തിരി റിസോർട്ട് മുതൽ കടവൂർ റിസോർട്ട് മുതൽ എന്തെല്ലാം ചെയ്തത് എന്ന് എനിക്കറിയാം. കച്ചവടം ചെയ്തത് അയാൾക്ക് ആ MP പോസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് എന്താ പറയുക ബിസിനസിന് വേണ്ടി ഇറങ്ങാനുള്ളതാണ്. പക്ഷെ MT അത് വാക്ക് പറഞ്ഞാൽ വാക്കാണ്. കാരണം MT-യുടെ മോളിരിക്കുന്നത് മോദിജിയാണ്. വാക്ക് പറഞ്ഞ് ഇന്നേ വരെ പറഞ്ഞ വാക്ക് ഒന്നുപോലും തെറ്റിക്കാണ്ട് മുന്നേറുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് ഏവർക്കും മാതൃകയായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും MT-ക്ക് വേണ്ടിയിട്ട് ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ മുസ്ലിം സമുദായത്തിന് ഈ കാര്യങ്ങൾ എത്തിച്ച് CAA ഏക സിവിൽ കോഡ് ഒന്നും എതിരല്ല എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് അത് എല്ലാവരുടെയും ചെവിളിലേക്ക് എത്തിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തായിട്ട് ആശംസാ പ്രസംഗത്തിന് വേണ്ടി പ്രൊഫസർ സുമതി ഹരിദാസിനെ ആദരവ് ക്ഷണിക്കുന്നു.
അമൃതം വികസന രേഖ പരിപാടിയുടെ ഉദ്ഘാടന സദസ്സിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന അഡ്വക്കേറ്റ് രാജീവ്